ഓപ്പറേഷൻ തൂഫാൻ നാടിൻ്റെ നന്മ. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ പറഞ്ഞ ഈ തുഫാനെ പറ്റി എനിക്ക് പറയാനുള്ള ചില കാര്യങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നത്. തുഫാൻ എന്ന ഓപ്പറേഷൻ തുഫാൻ ഏറ്റവും നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. ആഭ്യന്തരമന്ത്രിക്ക് ഒരുപാട് അഭിനന്ദനങ്ങൾ. ആഭ്യന്തരമന്ത്രിയുടെ മുന്നിൽ വരെ എത്തിക്കാൻ എനിക്ക് 2-3 കാര്യം നിങ്ങളോട് അറിയിക്കാനുണ്ട്. ഒന്ന്, കഞ്ചാവോ മയക്കുമരുന്നോ ലഹരി വസ്തുക്കളോ അത് നിരോധിച്ചിട്ട് തന്നെ കാര്യമില്ല, അല്ലെങ്കിൽ അതിനുവേണ്ടി തന്നെ പോരാടിയിട്ട് കാര്യമില്ല. സിഗരറ്റ് പോലുള്ള മാരക വസ്തുക്കൾ നമ്മുടെയൊക്കെ സുലഭമായിട്ട് കടയിൽ കിട്ടുന്നതിന് അതുകൂടി നിരോധിക്കുവാൻ, അല്ലെങ്കിൽ അതും കൂടി കുറച്ച് കൊണ്ടുവന്ന് അത് പൂർണ്ണമായും നമ്മുടെ നാട്ടിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കണമെന്നും ഞാൻ ആഭ്യന്തരമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് എത്തിക്കുന്നു. അതിലുപരി താങ്കൾ ചെയ്യുന്ന ഏറ്റവും നല്ലൊരു പ്രവൃത്തി തന്നെയാണ് ഓപ്പറേഷൻ തൂഫാൻ എന്ന് പേരിട്ട് പല എത്തിപ്പെടാത്ത സ്ഥലങ്ങളിലും പലയിടത്തുനിന്നും ഇപ്പോൾ കാടുകളിൽ തന്നെ കഞ്ചാവ് കണ്ടെത്തിയ ന്യൂസുകൾ പത്രത്തിലും ഇവിടെയും വായിച്ചറിയുന്നുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഒരു കാര്യം കൂടി പറയുകയാണ്, ഇത് ഒഴുക്ക് നിർത്തണമെങ്കിൽ ഇതിൻ്റെ ഉത്ഭവത്വം തുടങ്ങണം. അല്ലാതെ ഈ ഇപ്പം പിടിക്കുന്നതൊക്കെ ഒരു നോർമൽ ബുദ്ധിയിൽ ചിന്തിച്ചാൽ തന്നെ നമുക്കറിയാൻ സാധിക്കുന്നതാണ്, എല്ലാവർക്കും അറിയാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. വളരെ ചുരുക്കം ഇതിൻ്റെയൊക്കെ കണ്ണികളെ മാത്രമാണ് കണ്ടെത്താൻ സാധിക്കുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കണ്ണികളിൽ കൂടി സഞ്ചരിച്ച് അങ്ങേ തല വരെ എത്തുകയാണെങ്കിൽ ഇത് കേരളത്തിൽ നിന്ന് പൂർണ്ണമായി കഞ്ചാവ്, MDMA പോലുള്ള മാരക മയക്കുമരുന്നുകൾ നമുക്ക് ഇതിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കും എന്ന് ഞാൻ ഈ അവസരത്തെ അറിയിക്കുകയാണ്. അതിനുവേണ്ടി കൂടി ഓപ്പറേഷൻ തൂഫാൻ ഉപകാരപ്പെടണം, അല്ലെങ്കിൽ പ്രതികരിക്കണമെന്നാണ് ജനങ്ങൾക്കും അറിയിക്കാനുള്ള നമ്പർ, രഹസ്യമായ ജനങ്ങൾക്കും അറിയിക്കാനുള്ള നമ്പർ കൊടുത്തിരിക്കുന്ന ഏറ്റവും വലിയ ഉപകാരപ്രദമായ ഒരു കാര്യം തന്നെയാണ്. കാരണം ജനങ്ങൾക്ക് ആരെങ്കിലും അടുത്ത് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അവരെ അറിഞ്ഞെങ്കിൽ അത് ജനങ്ങൾക്ക് വളരെ രഹസ്യമായി തന്നെ സർക്കാരിനെ അറിയിക്കാൻ നമ്പറുകൾ കൊടുത്തതും വളരെ ഉപകാരമുള്ള ഒരു കാര്യം തന്നെയാണ്. ഓപ്പറേഷൻ തൂഫാൻ നല്ല വിജയത്തോട് തന്നെയാണ് പോകുന്നതെന്ന് ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിന്നും ഞാൻ വിശദമായി പറയുകയാണെങ്കിൽ ഇതുവരെയുള്ള കാര്യം വളരെ വിജയമായി തന്നെയാണ് പോകുന്നത്. സാറിന് നന്ദിയുണ്ട്. പക്ഷേ വരും തലമുറയ്ക്ക് വേണ്ടി കരുതി വെക്കുവാൻ ഇനിയും ഒരുപാട് കാര്യങ്ങളുണ്ട്. താങ്കൾ ഈ ചെയ്യുന്ന ഈ വലിയ ഒരു ദൗത്യം ഏറ്റെടുത്താൽ അത് ജനങ്ങളും കൈകോർക്കുന്നു, ജനങ്ങളും അതിലേക്ക് കൂടുതലായിട്ട് അറിഞ്ഞു കേട്ട് വരുന്നുണ്ട്, അല്ലെങ്കിൽ ജനങ്ങളും സപ്പോർട്ടുണ്ട് എന്നുള്ളത് പൂർണ്ണമായും അംഗീകരിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. താങ്കൾ ചെയ്യുന്ന ഈ നല്ല കാര്യത്തിന് മോശം വരുത്താത്ത രീതിയിൽ ഒരു കാര്യം കൂടി, കേരള ബിവറേജ് കോർപ്പറേഷനും അതിലുപരി ബാറിൽ കിട്ടുന്ന മദ്യവും വിഷം തന്നെയാണ്. അതൊരുപാട് അമ്മമാരുടെ കെട്ടുതാലി വരെ പണയം വെച്ചും പൊട്ടിച്ചും ഇപ്പോഴും ഒരുപാട് രോഗികൾ ക്യാൻസറായി കിടപ്പുണ്ട് നമ്മുടെ നാട്ടിൽ. അതെല്ലാവർക്കും അറിയാവുന്നതാണ്. അതുകൊണ്ട് മദ്യം കൂടി വളരെ കുറച്ച് കൊണ്ടുവന്ന് ഒരു 2035-37 കാലഘട്ടത്തിൽ അടുത്ത 5 വർഷം കൂടി താങ്കൾക്ക് ഭരിക്കാനുള്ള അവസരം കിട്ടുമ്പോൾ ആ അവസരത്തിൽ തന്നെ ഇത് പൂർണ്ണമായും നമ്മുടെ കേരളത്തിൽ നിന്നും പൂർണ്ണമായും തുടച്ചു നീക്കുവാൻ സാധിക്കണം. എന്നാൽ മാത്രമേ നമ്മൾ പൂർണ്ണമായും വിജയിക്കുകയുള്ളൂ. കാരണം ഒരുപാട് അമ്മമാരുടെ കരച്ചിലും പ്രാർത്ഥനയും താങ്കളുടെ കൂടെ ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പേരുടെ കരച്ചിലും ഇതിനകത്തുണ്ട്. മദ്യം ക്യാൻസർ ഉണ്ടാക്കും എന്നറിയാം, സിഗരറ്റ് വലി ക്യാൻസർ ഉണ്ടാകും എന്നറിയാം. ക്യാൻസർ ഉണ്ടാകുന്നതും ഇത് വീണ്ടും മേടിച്ച് വലിക്കാൻ പ്രേരിപ്പിക്കുന്നതും കടകളിൽ സുലഭമായി കിട്ടുന്നത് കൊണ്ട് തന്നെയാണ്. അത് ഒന്നെങ്കിൽ വളരെ ചുരുക്കം കടകളിലേക്ക് നിർത്തി അങ്ങനെ കുറച്ച് കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ മാർഗ്ഗനിർദ്ദേശങ്ങൾ കൊണ്ടുവന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ ലഭ്യത വളരെ ചുരുക്കമായി ഈ കേരളത്തിലേക്ക് കുറച്ച് കൊണ്ടുവന്ന് ഒരു 2035 കൂടി ഇത് പൂർണ്ണമായി ഈ കേരളം എന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്ത് നിന്ന് തുടച്ചു നീക്കി ജനങ്ങളെ, നാളേക്കുള്ള തലമുറകളെ വാർത്തെടുക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അതിന് 1-2 ചെറിയ വഴികൾ മാത്രമാണ് എൻ്റെ അറിവിൽ ഞാൻ പറയുന്ന 1-2 ചെറിയ വഴികൾ. കൂടുതലായി ഗ്രാമങ്ങളിൽ ഗ്രൗണ്ടുകൾ കണ്ടെത്തുവാനും ഗ്രൗണ്ടുകളിലേക്ക് ആൾക്കാരെ എത്തിക്കുവാനും നമ്മൾ ശ്രമിക്കുക. സർക്കാരിൻ്റെ പഞ്ചായത്തുകൾ തൊട്ട് മുനിസിപ്പാലിറ്റികൾ വരെ അഴിച്ചു കൊടുത്തുകൊണ്ട് അതിൻ്റെ അകത്ത് ചെറിയ സ്റ്റേഡിയങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ കൂടുതൽ ആളുകളെ ആകർഷിക്കാനും അതിനുവേണ്ടിയുള്ള കളിപ്പാട്ടങ്ങളും ക്രിക്കറ്റ് ബാറ്റ് പോലുള്ള സാധനങ്ങളും കൂടുതലായിട്ട് ഗ്രൗണ്ടിലേക്ക് എത്തിക്കുകയും യുവതലമുറകളെ എത്തിക്കുവാൻ വേണ്ടിയുള്ള എന്തെങ്കിലും പുതിയ ഓപ്ഷൻസ് കണ്ടെത്തുകയും ചെയ്യുകയാണെങ്കിൽ കൂടുതലും ലഹരി വസ്തുക്കളിൽ നിന്നും മാറി ഈ ഗ്രൗണ്ടിലേക്കും അതുപോലെ ഉള്ള വീടുകളിൽ മൊബൈൽ ഫോണുകളിൽ ഒതുങ്ങിയിരിക്കുന്നവർ പുതിയ കാര്യങ്ങളിലേക്ക് കടക്കുകയും ചെയ്യും. അങ്ങനെ വരും തലമുറകൾക്ക് ഒരു വഴികാട്ടി തന്നെയാണ് ഈ ഓപ്പറേഷൻ തൂഫാൻ. അത് വൻതോതിലുള്ള വിജയക്കൊടി പാറിക്കുമെന്ന് ഉറപ്പാണ്. പക്ഷേ ഈ കൊച്ചു കേരളത്തിലേക്ക് ഒഴുകുന്നതിൻ്റെ വേര് തൊട്ട് തല വരെ പിഴുതു കളഞ്ഞാൽ മാത്രമാണ് ഇത് വിജയിക്കും. അല്ലെങ്കിൽ ഇനിയും ഉണ്ടാവും. ഇപ്പോൾ ഈ ഓപ്പറേഷൻ തൂഫാൻ കുറച്ച് നാളത്തേക്ക് നിർത്തിവെക്കും, അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ പബ്ലിസിറ്റി ന്യൂസ് പോകുമ്പോൾ എല്ലാ ന്യൂസുകാരും എടുത്തു കളയും. റിപ്പോർട്ടർ, 24 അങ്ങനെയുള്ള ഇപ്പോൾ എല്ലാം പൊക്കി പിടിച്ചിരിക്കുന്ന എല്ലാവരും ഇതിനെ ഉപേക്ഷിച്ച് പോകും. കാരണം ഇപ്പോൾ ഇത് വന്ന ആ ഇടയ്ക്കുള്ള ഒരു ഓളം മാത്രമാണ് ഇത് മുന്നോട്ട് താങ്കൾ കൊണ്ടുപോകണം. ഇത് താങ്കൾ ഭരിക്കുന്ന ഈ 5 വർഷവും താങ്കൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകുമെന്ന വിശ്വാസം ജനങ്ങൾക്കുണ്ട്. ജനങ്ങൾ അതുകൊണ്ടാണ് അത് ഏറ്റെടുക്കുവാൻ തയ്യാറായിരിക്കുന്നത്. അപ്പം 1-2 കാര്യങ്ങൾ മാത്രമല്ല, വളരെ ചുരുക്കി ഈ സാധനം കേരളത്തിൽ ലഭ്യമാക്കാതിരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ യുവതലമുറകളുടെ ആയുസ് മുന്നോട്ട് കൂടും എന്നും ഞാൻ ഈ അവസരത്തെ അറിയിക്കുന്നു. താങ്കൾക്ക് ഇത്
തോന്നി തുടങ്ങിയ ആ സമയം തൊട്ട് കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മന്ത്രിയായി തന്നെയാണ് താങ്കളെ ഇപ്പോൾ കാണുന്നത്. ഒരുപാട് പ്രതീക്ഷകളും ഒരുപാട് നന്മകളും ഉണ്ട് എന്ന് ചേർത്ത് തന്നെയാണ് ജനങ്ങൾ ഈ പദവിയിലേക്ക് താങ്കളെ ഏറ്റെടുത്തത്. അതുകൊണ്ട് താങ്കൾ വിജയിക്കുക തന്നെ ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ജനങ്ങളുണ്ട് താങ്കളുടെ കൂടെ. ആരൊക്കെ താങ്കളെ തള്ളി പറഞ്ഞാലും ഒരുപാട് അമ്മമാരുടെ കണ്ണീരിൻ്റെ ഉപ്പുരസവും നിങ്ങൾക്ക് കൂട്ടായും പ്രാർത്ഥനയായും ഉണ്ടാവും. ഓപ്പറേഷൻ തുഫാൻ വൻ വിജയത്തിലേക്ക് തന്നെ പോകും. പക്ഷേ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കുവാൻ ഉള്ള മനസ്സുകൂടി കാണിക്കുക. യുവതലമുറയ്ക്ക് ഒരു മാതൃപാഠമായി, നല്ലൊരു പുസ്തകമായി, എഴുതി കഴിയാൻ ഒരിക്കലും പറ്റാത്ത ഒരു പുസ്തകമായിരിക്കണം താങ്കളുടെ ഭരണം. താങ്കളുടെ ഭരണം അഴിമതിരഹിത ഭരണം തന്നെയാണ്. അതിൽ ഞങ്ങൾക്ക് ഇപ്പോൾ ഉറപ്പുണ്ട്. കാരണം ഇത്രയും ദിവസമേ ആയുള്ളെങ്കിൽ പോലും താങ്കൾ മുന്നോട്ട് തന്നെ പോകുന്നു. ആരുടെയും അടിയറവ് വെക്കാതെ മുന്നോട്ട് പോകുന്നു. വലിയ വലിയ മീനുകളെ പിടിക്കുവാൻ സാർ ഇനിയും മുന്നോട്ടിറങ്ങണം. എന്നാൽ മാത്രമാണ് ഈ കേരളത്തിലേക്ക് ഒഴുകുന്ന വൻ ലഹരി മരുന്ന് മാഫിയയ്ക്ക് തടയിടാൻ സാധിക്കും. ഭീഷണികൾ ഉണ്ടാവും, മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പ്രതിസന്ധികൾ ഉണ്ടാവും. എല്ലാം തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് കഴിയട്ടെ. ഓപ്പറേഷൻ തുഫാൻ വിജയക്കൊടി പാറട്ടെ. എൻ്റെ എല്ലാവിധ ആശംസകളും.